അതൊക്കെ പോയി പൊട്ടിച്ചായിരുന്നു. അല്ല അത് എന്താന്ന് വെച്ചാൽ 6 മാസത്തോളം ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അലി ഷിപ്പാസ് എന്ന് പറഞ്ഞ ട്രെയിനറായി ഞങ്ങളെ വർക്ക് ചെയ്യിച്ചത്. അപ്പൊ അതിന്റെ അവരൊക്കെ അത്രയും പ്രഷർ ഒന്നുകൊണ്ട് വേറെ വൈകിട്ടായില്ല. അങ്ങനെയായിരുന്നു. നിങ്ങളുടെ ഈ 6 മാസത്തെ വർക്കിന് ചില പലരും ഇന്നലെ 2 ദിവസം മുന്നേ ഒരു ചോദ്യം തന്നെ ഒരു ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഈ 6 മാസം 6 പാക്ക് വരാനായിട്ട് 6 മാസം വർക്ക്ഔട്ട് ചെയ്തു. പക്ഷെ അത് പലരും 6 പാക്ക് അല്ല VFX എന്ന് പറയും നേരിട്ട് പറയുമ്പോൾ അങ്ങനെ ലുക്മാൻ ഇപ്പൊ തല്ലുമാല ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൊവിനെ അടിക്കുന്ന ആ ഒരു സീൻ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ കാലിതൊക്കെ വന്നിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു ഒന്നും നോക്കണ്ട നീ ശരിക്കും ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു അപ്പൊ ഇതേപോലെ ഇന്റർവ്യൂല് പറഞ്ഞ ഒന്നും നോക്കണ്ട ശരിക്കും ഒരെണ്ണം കൊടുത്തോന്ന് ചെവിയിൽ വന്ന് പറഞ്ഞു. ഇതില് അതേപോലെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ശരിക്കും കൊടുക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു? ഇല്ല ഇതിലങ്ങനെ ശരി ഒരു തവണ എനിക്ക് തോന്നുന്നില്ല. അല്ല അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കൊടുക്കുന്നത് അത് ചിലപ്പോൾ ആ ഷോട്ടിന് അത്രയും അങ്ങനെ ആ ടച്ച് തോന്നണം അങ്ങനെ ഷോർട്ടായിരിക്കും. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസിൽ എല്ലാം കൊടുത്തുകൊണ്ട് സിനിമയാണല്ലോ, എല്ലാം ടച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ 1-2 ഷോട്ടുകളിൽ ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു ഷോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു നിർമ്മാതാവാണ്, സംവിധായകനാണ്. ഇപ്പൊ സിനിമാ മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടന്നു നമുക്ക് കഴിഞ്ഞ കുറേ ദിവസമായി സിനിമയുടെ റിലീസ് കഴിയുമ്പോൾ തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ ബജറ്റ് പുറത്തു പോവുക, അതിന്റെ എത്ര രൂപയാണ് മുടക്ക്, എത്ര രൂപയാണ് തിയേറ്ററിൽ കിട്ടുന്നത്, അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകളും നിന്നു പോകുന്നൊരു ഘട്ടം വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചാക്കോച്ചൻ ഒരു തുറന്നെഴുത്ത് മനോരമ പത്രത്തിൽ എഴുതിയത് തന്റെ സിനിമ ഇത്ര കോടി കളക്ട് ചെയ്തത്, എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്ര കളക്ട് ചെയ്തത്. ഇപ്പോൾ ആലപ്പുഴ ജിങ്കാറെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന്റെയും ഇറക്കാനുള്ള സാധ്യത നമ്മൾ കാണും. അത്തരം രീതി ഒരു നിർമ്മാതാക്കളുടെ സംഘടന തുടർന്നാൽ താങ്കൾ നിർമ്മാതാവും കൂടെ ആയതുകൊണ്ടാണ് ചോദ്യം, അത് സിനിമയൊക്കെ ബാധിക്കും. ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സിനിമയുടെ റൈറ്റ്സുകൾ ഇത്ര എമൗണ്ട് ആ തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ പറയുമ്പോൾ ഒരു നടനെ ബാധിക്കും. ആ നടന്റെ സിനിമയ്ക്ക് ഇത്ര പൈസ കിട്ടുന്നത് ആ നടനെ ഭാവിയിൽ ബാധിക്കും. താങ്കൾ നിർമ്മാതാവാണ്, ഡയറക്ടറിനെ ബാധിക്കും. അങ്ങനെ ഒരു സമയത്ത് ഇപ്പില്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡീലിംഗ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഗൗരവക്കാരനാണോ ഖാലിദ് റഹ്മാൻ? ഇല്ല, ഞാൻ ആദ്യമേ അധികം എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ഞാൻ ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വന്നൊരു സിനിമയാണ് റഹ്മാനിക്കയുടെ സിനിമ. അപ്പം ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇൻഡ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന റഹ്മാനിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ ഷൂട്ടിൻ്റെ ആദ്യത്തെ ഒരാഴ്ച തന്നെ അത്ര കൂടി വരുന്നില്ല. നമ്മൾ ആദ്യമേ ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ് തന്നെ റഹ്മാനിക്ക